സർക്കാർ രൂപീകരണത്തിന് ടിഡിപിയുടെയും ജെഡിയുവിന്റെയും പിന്തുണ അനിവാര്യമായ സാഹചര്യത്തിൽ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുന്നണി ഐക്യം ഊന്നിപ്പറയുകയായിരുന്നു മോദി ചെയ്തത്. ഇന്ത്യയിലെ മറ്റു കക്ഷികളുമായി സമവായം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകുമെന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. എൻഡിഎ സഖ്യത്തിന് പുതിയ പൂർണ്ണ രൂപവും പൂർണ്ണ പേരും മോദി നൽകി. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ആസ്പിറേഷണൽ ഇന്ത്യ. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ എന്നതാണ് എൻഡിഎയുടെ പുതിയ രൂപം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാർ ഇതായിരിക്കുമെന്നാണ് മോദി പറഞ്ഞത്. മോദി എന്നും BJP സർക്കാർ എന്നും ആവർത്തിക്കുന്നതായിരുന്നു മോദിയുടെ മുൻകാല പ്രസംഗങ്ങളിൽ മിക്കതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം എൻഡിഎ യോഗത്തിലും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും ഇത് മോദിയുടെ വിജയം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന യോഗത്തിലെ പ്രസംഗത്തിൽ നിരവധി തവണയാണ് മോദി ഇന്ന് എൻഡിഎ എന്ന് പരാമർശിച്ചത്. മാത്രമല്ല, എൻഡിഎ നേതാക്കളെ പുകഴ്ത്താനും മോദി മറന്നില്ല. എൻഡിഎക്ക് സഖ്യകക്ഷികളുമായി ഉലയാത്ത ബന്ധമെന്നാണ് മോദി പറഞ്ഞു വെച്ചത്. BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സഖ്യകക്ഷികൾ എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനമാണ് അഗ്നിപഥ് പദ്ധതി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അഗ്നിപഥ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആലോചനയെന്നാണ് റിപ്പോർട്ട്. പുനഃപരിശോധന വേണമെന്ന് എൻഡിഎ ഘടകകക്ഷികളായ JDU, ലോക് ജനശക്തി പാർട്ടി എന്നീ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സ്കീം പ്രകാരം 4 വർഷത്തെ സേവന കാലാവധിക്കു ശേഷം മികവ് പുലർത്തുന്ന 25% പേരെ 15 വർഷത്തേക്ക് നിയമിക്കും. 75% പേർക്ക് സേനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇതേ തുടർന്നാണ് മുഴുവൻ അഗ്നിവീർമാർക്കും 15 വർഷത്തേക്ക് നിയമനം നൽകുന്ന കാര്യത്തിലേക്ക് അഗ്നിപഥിനെ പരിണമിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ അഗ്നിവീർമാർ സൈനിക ജോലിക്കിടെ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം ലഭിക്കില്ല. ഈ വിവേചനവും ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ അഗ്നിപഥ് തിരിച്ചടിയായെന്നാണ് BJPയുടെയും വിലയിരുത്തൽ. സൈനികർ കൂടുതലുള്ള ഹരിയാന പാതിയായി, ഉത്തർപ്രദേശ് പാതിയിലും താഴെ പോന്നു. പഞ്ചാബിൽ ആനമുട്ട, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും തിരിച്ചടി നേരിട്ടു. പുനർവിചിന്തനത്തിന് BJPയെ ഇത് പ്രേരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് JDU ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാജ്യവ്യാപകമായ ജാതി സർവേ നടത്തണമെന്ന JDU ആവശ്യത്തിന് BJP എന്ത് തീരുമാനമെടുക്കുമെന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. BJPയിൽ ചേരുന്നതിന് മുൻപ് നിതീഷ് കുമാർ സർക്കാർ സംസ്ഥാനത്ത് ജാതി സർവേ നടത്തിയിരുന്നു. ജാതി സെൻസസ് നടത്തുമെന്ന വാഗ്ദാനത്തെ സ്വത്ത് വിതരണം ചെയ്യാനുള്ള നീക്കമായി വ്യാഖ്യാനിച്ച് മോദി ഇനി എന്ത് ചെയ്യുമെന്നതാണ് ചോദ്യം. കാലം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തുന്നതിന് നരേന്ദ്രമോദി എതിർക്കില്ല എന്നാണ് മുതിർന്ന JDU നേതാവ് KC ത്യാഗി പറഞ്ഞത്. ഒറ്റ രാജ്യം, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവയെ പിന്തുണയ്ക്കുമെന്ന് JDU അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സമവായ അടിസ്ഥാനത്തിൽ മാത്രം. ഏകീകൃത സിവിൽ കോഡ് സങ്കീർണമായ പദ്ധതിയാണ്. എല്ലാവരുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്നതാണ് JDUവിൻ്റെ ആവശ്യം. JDUവിൻ്റെയും TDPയുടെയും പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണമെന്നത്. ഇത് നേരത്തെ NDA തള്ളിക്കളഞ്ഞതാണ്. സാമൂഹിക സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനം ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് പ്രത്യേക പദവി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. പ്രത്യേക കാറ്റഗറി സംസ്ഥാനങ്ങളുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുൾപ്പെടെ സംസ്ഥാനം വഹിക്കുന്ന ചെലവിൻ്റെ 90% വഹിക്കേണ്ടത് കേന്ദ്രമാണ്. 0% പലിശയിൽ വായ്പ ലഭിക്കുന്നതിന് പുറമെ കേന്ദ്ര ഫണ്ടിൽ മുൻഗണനയും എക്സൈസ് തീരുവയിൽ ഇളവും ലഭിക്കും. അതിദാരിദ്ര്യത്തിലുള്ള ബീഹാറിന് പ്രത്യേക പദവി മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് JDUവിൻ്റെ നിലപാട്. ഒപ്പം തന്നെ TDPയുടെയും നിലപാട്. 2014 ആന്ധ്രാപ്രദേശ് തെലങ്കാന വിഭജനത്തിന് മുന്നോടിയായി ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക കാറ്റഗറി പദവി ഉറപ്പാക്കിയിരുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. NDA ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കും എന്നതും പ്രധാനപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശിൽ 4% സംവരണം നിലനിർത്തുക എന്നത് പ്രകടന പത്രികയിൽ നിന്നുള്ള വാഗ്ദാനമാണ് TDPയുടേത്. ഇതിനി എങ്ങനെയാണ് ഈ വാഗ്ദാനത്തെ തന്നെ തള്ളിപ്പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഉൾക്കൊള്ളുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യം. Debate with Arun Kumar.